ഹലോ ഗൈസ്, നമ്മളൊരു ട്രിപ്പ് പോയതാണ്. എന്താ ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഗുണ്ടൽപേട്ടിലേക്കാണ് പോകുന്നത്. ഫ്ലവേഴ്സും അതൊക്കെ കാണാനായിട്ട് നമുക്ക് 3 ഫോറസ്റ്റ് കടന്ന് വേണം ആ അതിമനോഹരമായ ഗുണ്ടൽപേട്ട് എന്ന ഗ്രാമത്തിലേക്ക് പോകാൻ. ഗൂഡല്ലൂരും അതുപോലെ മുതുമലൈ, ബന്ദിപ്പൂർ അങ്ങനെ കടന്ന് വേണം, കർണാടക വഴി വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഈ വഴികളൊക്കെ ഒരിക്കലെങ്കിലും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. മാക്സിമം പറ്റുന്ന ആൾക്കാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നല്ല ക്ലൈമറ്റാണ് ഗൈസ്, വെയിലും അതുപോലെ തന്നെ എന്താ പറയുക, കാറ്റും നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല എല്ലാം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ നിറയെ അനിമൽസ് ഉണ്ടായിരുന്നു. അത് മങ്കീസ് ഉണ്ടായിരുന്നു, മാൻ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ആന, എല്ലാ സൈഡും ആനയുണ്ട്. നമുക്ക് തോന്നുന്നു മുതുമലയിലായിരുന്നു കൂടുതലും നമുക്ക് ആനേനെ കാണാനായിട്ട് പറ്റിയത്, കൂടുതലും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആളെ കണ്ടില്ല, പുലി അതിന് കാണാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. ഇതൊക്കെ മുതുമലയാണെന്ന് തോന്നുന്നു. അതെ, അവിടെയൊക്കെ ആന നമുക്ക് കൂടുതലും കാണാൻ പറ്റി. എല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നമ്മൾ മെയിൻ എടുത്ത് പറയേണ്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ ഈ 2 വീലറിലും അതുപോലെ തന്നെ പോണവർ മാക്സിമം വണ്ടി ആ സൈഡൊന്നും ഒതുക്കാതെ ഇരിക്കുക. കാരണം അത് കുറച്ച് ഡേഞ്ചറായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ ആനിമൽസിനെ കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം വണ്ടി സൈഡാക്കാതിരിക്കും. അപ്പോൾ കൂടുതലും അവിടെ നിർത്താതെ നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ അതിൻ്റേതായ ഡേഞ്ചർ ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് എപ്പോഴാണ് എന്ത് മൃഗത്തെയാണ് കാണാൻ പറ്റുകയെന്നറിയില്ല. പിന്നെ നമ്മൾ ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ അവിടെ മൃഗങ്ങളെ കൂടുതലും നമ്മൾ ശല്യം ചെയ്യാതിരിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് 1 കിലോമീറ്റർ വരെയൊക്കെ റോഡ് നന്നായി കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും മാക്സിമം കൂടുതൽ പേരും വരാൻ നോക്കുക, കൂടുതലും പറ്റുന്നവർ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ബന്ദിപ്പൂരിലേക്ക് കടന്നു. അവിടെ ഫുള്ളും മാനായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന്. ഫുൾ മാനും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അത് ഫാമിലിയോടെ വന്നിരിക്കുക. പിന്നെ അങ്ങനെ പക്ഷെ നമുക്ക് തോന്നുന്നു ബന്ദിപ്പൂരിൽ അങ്ങനെ നമ്മൾ ആനയൊന്നും കാണാൻ പറ്റിയിട്ടില്ല, അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ അടുത്തൊരു ഷോർട്ട് വീഡിയോയ്ക്ക് ഇടാം. അപ്പോൾ ബൈ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.